ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഒരു ആയത്ത് ഓതിയ നാം, ഓതുന്ന നാം, ഓതിക്കൊണ്ടിരിക്കുന്ന നാം, ഈ റബ്ബുൽ ആലമീനായ അല്ലാഹു ആരാണ്? അവനെ ഒന്ന് അടുത്തറിയാൻ, അവനെ ഒന്ന് പരിചയപ്പെടാൻ, അവൻ ലോകത്തെ പരിപാലിക്കുന്നത് എങ്ങനെയൊക്കെ എന്നറിയാനുള്ള ഒരു ശ്രമത്തിലാണ് നാം ഉള്ളത്. ഈ ശ്രമത്തിൽ നാം വിജയിക്കണം. റബ്ബുൽ ആലമീനെ പരിചയമില്ലെങ്കിൽ പിന്നെ എന്ത് ഖുർആനാ? റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാര? റബ്ബുൽ ആലമീനെ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെന്ത് ഈമാനാ, പിന്നെന്ത് ഇസ്ലാമാ? അതുകൊണ്ടല്ലേ അള്ളാഹു ആദ്യം തന്നെ ഇത് പറഞ്ഞത് ഫാത്തിഹയിൽ. ആ റബ്ബുൽ ആലമീനെ നാം പരിചയപ്പെടുക തന്നെ വേണം, ഓതിയാ പോരാ. പരിചയപ്പെടലോടുകൂടെ നമ്മുടെ സമസ്ത അപരാധങ്ങളും പ്രതിസന്ധികളും തീരുകയായി. നമ്മൾ റബ്ബുൽ ആലമീൻ്റെ ആളായി മാറി. മുഖ്യമന്ത്രിൻ്റെ ആളായാൽ എന്തൊക്കെ സൗകര്യം ഉണ്ടാവും? അധികാരി വർഗത്തിൻ്റെ ആളായാൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും? ഇതല്ല പറയുന്നത് നിങ്ങൾ റബ്ബുൽ ആലമീൻ ഓതിയിട്ട് പോണമെന്നല്ല. റബ്ബുൽ ആലമീനായ എന്നെ നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളൊരു ചാണ് എന്നിലേക്കാണ്ട് വന്നാൽ ഒരു മുഴ ഞാൻ അങ്ങോട്ടാണ് വരും. നിങ്ങൾക്കെന്നെ കണ്ടെത്താനാകും, നിങ്ങൾക്കെന്നെ അനുഭവിക്കാനാകും. സർവോപരി നിങ്ങളുടെ കൂടെ, മഅയ്യത്ത് എന്നാ പറയാ ഖുർആന്റെ പ്രയോഗം, മഅയ്യത്ത്. നിങ്ങളോട് കൂടെ തന്നെ നിങ്ങളുടെ നാഥനായ, നിങ്ങളുടെ സൃഷ്ടാവായ, പരിപാലകനായ ഞാനുണ്ടാകും. അതിന് കത്തെഴുതി വിളിച്ചു വരുത്തൊന്നും വേണ്ട. എന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹനങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റൂല. നമ്മളിപ്പോൾ ഒരു കമ്മിറ്റി യോഗമൊക്കെ വെച്ചാൽ ആൾക്കാരൊന്നും വരൂലല്ലോ. അപ്പോൾ കമ്മിറ്റിയിൽ വന്ന ആളുകൾ പറയും കുറച്ച് ഇറച്ചിയും പത്തിരി ഉണ്ടാക്കിയ ഇഷ്ടം പോലെ ആളുണ്ടാവും. ആളുകളെ കൂട്ടാൻ പല സംവിധാനമുണ്ട്. അള്ളാനെ, ഈ റബ്ബുൽ ആലമീനെ നമ്മളിലേക്കൊന്ന് അടുപ്പിക്കാൻ എന്താ? അറിയാന്നുള്ളത് തന്നെ. ആഗ്രഹിക്കുക, സ്നേഹിക്കുക, അറിയുക, ഇതാ ഡ്യൂട്ടി ഉള്ളൂ. ഈ റബ്ബുൽ ആലമീനെ നാം പരിചയപ്പെട്ട് പ്രപഞ്ചങ്ങൾ, ലോകങ്ങൾ, ഈ ലോകങ്ങളെ പരിപാലിക്കുന്നവനായ അല്ലാഹു, ആലമിൻ്റെ ഭാഗമായ മനുഷ്യരായ നാം, നമ്മെ അല്ലാഹു പടച്ച് പരിപാലിക്കുന്നതിൻ്റെ രീതിയും രൂപങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വിവരിച്ചത്. നമുക്കെങ്ങനെയാണ് അല്ലാഹു റബ്ബായത്? നമ്മെ എങ്ങനെ അവൻ പടച്ചു, എങ്ങനെ അവൻ പോറ്റുന്നു, പരിപാലിക്കുന്നു? ഈ ഒരു ആശയത്തിലേക്കാണ് കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. മനുഷ്യരെ മാത്രല്ല, ആലമീൻ എന്നാ പറഞ്ഞത് എല്ലാ ലോകങ്ങളും. എല്ലാ ലോകങ്ങളെയും പടച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹുവിന് സർവസ്തുതിയും. അവൻ സകല ജന്തുക്കളും, മനുഷ്യേതര ജന്തുക്കളെയും അവനാണ് പടച്ചത്, അവനാണ് പരിപാലിക്കുന്നത്, അവനാണ് പോറ്റുന്നത്. പടച്ചവനെ, ജന്തുലോകത്തിൻ്റെ പരിപാലനം, ഇതര നാൽക്കാലികൾ, പറവകൾ, പ്രാണികൾ, ഇഴജന്തുക്കൾ, മത്സ്യങ്ങൾ അടക്കമുള്ള ജന്തുലോകത്തെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നതിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുകയും ആ കണ്ണോടിച്ച ഭാഗത്തേക്കൊന്ന് മനസ്സ് വെക്കുകയും ചെയ്താൽ അത് അതിനിഗൂഢവും അത്ഭുതകരവുമാണ്. ഖുർആൻ ഇങ്ങോട്ടൊക്കെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. എങ്ങോട്ട്? ജന്തുലോകത്തിൻ്റെ നിലനിൽപ്പ്, ജന്തുലോകത്തിൻ്റെ ഡെവലപ്മെന്റ്, ആ ജന്തുലോകത്തിന് അള്ളാഹു പരിപാലിക്കുന്ന പരിപാലനം,
ഇതിലേക്ക് സത്യവിശ്വാസികളുടെ ശ്രദ്ധ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു ക്ഷണിക്കുന്നുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിന്റെ 60-ാമത്തെ ആയത്ത് അതാ പറയുന്നത്. റബ്ബുൽ-ആലമീൻ അള്ളാഹ് വിശദീകരിക്കുകയാണ്. ഫാത്തിഹയിലെ റബ്ബുൽ-ആലമീനെ അള്ളാഹു ഒന്ന് കെട്ടഴിച്ച് പറയാൻ. വകഅയ്യിൻ മിൻ ദാബ്ബ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. വകഅയ്യിൻ മിൻ ദാബ്ബ, എത്രയെത്ര ജന്തുക്കളാണ്, എത്രയെത്ര ജീവജാലങ്ങളാണ്, മൃഗങ്ങളാണ്. ലാ തഹ്മിലു റിസ്ഖഹാ, ആ ജന്തുക്കളൊന്നും അവകൾക്കുള്ള ഭക്ഷണം പേറി നടക്കുന്നില്ല. അവരുടെ ആഹാരം മുന്നിൽ കണ്ട് അത് സൂക്ഷിച്ചു വെക്കുന്നില്ല. ആ ആഹാരം സൂക്ഷിച്ചുകൊണ്ട് താങ്ങി നടക്കുന്നില്ല. മനുഷ്യര് എന്ന് പറഞ്ഞാൽ എന്താ സാധനങ്ങള്? ആഹാരം പേറി നടക്കുക. ഹജ്ജിനൊക്കെ പോയപ്പോ ബാണ്ടക്കെട്ടില് കേശനട്ട് 2 കിലോന്, അവിൽ 1.5 കിലോന്, ചെറിയ അരി കഞ്ഞി ഉണ്ടാക്കാൻ 3.5 കിലോന്. ആയിക്കോട്ടെ, അതൊക്കെ വേണമെന്നുള്ള പറഞ്ഞു. അങ്ങനെ ഈ ബാണ്ടക്കെട്ടൊക്കെ കിട്ടുമ്പോ വതസവ്വദു, അരിയാകട്ടെ, തേങ്ങയാകട്ടെ, മാങ്ങയാകട്ടെ, എല്ലാം ആകട്ടെ, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, തഖ്വ നിങ്ങൾ അതിൽ മറക്കരുത്. ഏതില്? അതാ സഞ്ചിയിലല്ല, ഇവിടെ ഖൽബ് എന്ന് പറയുന്ന കവറില്, അല്ലെങ്കിൽ ആ പാത്രത്തില്, അല്ലെങ്കിൽ ആ സഞ്ചിയില് തഖ്വ നിറക്കാൻ നിങ്ങൾ മറന്നു പോകരുതേ. മറ്റേതായിക്കോട്ടെ. മനുഷ്യരായ നമ്മൾ ഭക്ഷണം വഹിക്കുകയാണ്, യാത്രയിൽ വഹിക്കുകയാണ്, നാളത്തേക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അള്ളാഹു പറയാണ്, നിങ്ങൾ കാണില്ലേ എന്തോരം ജന്തുക്കള് നിങ്ങളെ കൺമുന്നില്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുമുറ്റത്തിനടുത്തുള്ള ആലയിലുള്ള 4 കാലിൽ നിൽക്കുന്ന ജീവി, ജന്തു, മൃഗം. ലാ തഹ്മിലു റിസ്ഖഹാ, അതതിന്റെ അന്നം പേറി നടക്കുന്നില്ല. അല്ലാഹു യർസുഖുഹാ, അല്ലാഹുവാണ് അവകൾക്ക് അന്നം കൊടുക്കുന്നത്, ആഹാരം കൊടുക്കുന്നത്. വഇയ്യാകും, ആ അല്ലാഹു തന്നെയാണ് നിങ്ങൾക്കും ആഹാരം തരുന്നത്. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവൻ അഗാധജ്ഞാനമുള്ളവനാണ്. ഒന്നും അവന്റെ അറിവിൽ പെടാത്തതായിട്ട് ഇല്ലേ ഇല്ല. പോത്തിന് നാളെ എന്താ ഫുഡ് കഴിക്കുക എന്ന് പോത്തിന് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. ഉണ്ടോ? നമ്മുടെ വീട്ടിലുള്ള ആട് നാളെ ഇപ്പൊ എവിടുന്നാ ഭക്ഷണം കിട്ടുക, പിണ്ണാക്ക് എവിടുന്നാ കിട്ടുക എന്ന് ആടിന് ആലോചിക്കാനുള്ള ശക്തി ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ പോത്തും ആടൊന്നും നാളത്തേക്ക് വേണ്ടി ഭക്ഷണം സ്റ്റോർ ചെയ്യുകയോ അത് വഹിച്ച് നടക്കുകയോ ചെയ്യൂല. പക്ഷികൾ ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പറന്നു പോകുമ്പോൾ കൂടെ ഒരു ഭക്ഷണപ്പൊതി അവർ കരുതാറില്ല. പഠിച്ചവനെ നമ്മൾ വിചാരിക്കും അവരിപ്പോൾ മക്കത്ത് ഹജ്ജിനൊന്നും പോണില്ലല്ലോ, അതിനേക്കാൾ ദൂരെയാണ് പക്ഷികൾ പറക്കുന്നത്. കേരളത്തിലൊക്കെ ദേശാടന കിളികൾ വരുന്നത് അങ്ങകലെ ആഫ്രിക്കൻ വൻകരയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ കൊച്ചിയിലേക്കും മലബാറിലേക്കൊക്കെ ദേശാടന കിളികൾ പറന്നു വരുന്നു. ആരാ അവർക്ക് ഡയറക്ഷൻ കൊടുത്തത്? അവരെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. ഒരു ചെറിയൊരു സഞ്ചി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കരുതുക, അതും കരുതണില്ല. അവരങ്ങോട്ട് പറന്ന് വരികയാണ്. അള്ളാഹു അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയാണ്. വഴിയിലൊക്കെ അള്ളാഹു ഫുഡ് കൊടുക്കുകയാണ്. റബ്ബുൽ-ആലമീന്റെ തർബിയത്താണത്, തിരിച്ചറിയണം നമ്മൾ. മാത്രല്ല, നമ്മളോടൊക്കെ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കൂട്ടരെ നിങ്ങൾ എന്തിനാ ബേജാറാകണേ?
നിങ്ങളെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ആയുസ്സിൻ്റെ കാര്യത്തിൽ, നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ആശങ്കാകുലരാണ്. നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ. എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത്? എന്നിട്ട് പറയാണ് അവിടുന്ന്, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹ്. പക്ഷികളെ പിടിച്ചിട്ട് പക്ഷികളുടെ ജീവിതം പറഞ്ഞു തന്നിട്ടാണ് തവക്കുലിലേക്ക് റസൂലുള്ള ക്ഷണിക്കുന്നത്. നമ്മളോടെ, ഈ മനുഷ്യരായ നമ്മളോട് റസൂല് പറഞ്ഞു തരുന്നതേ പക്ഷികളെ നോക്കിക്കോ. ആ നോട്ടം ക്ലിയർ ആയാലും നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ സകല പ്രശ്നങ്ങളും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഹഖ്ഖ തവക്കുലിഹി, യഥാർത്ഥ ഭരമേൽപ്പിക്കൽ. തവക്കൽതു അലല്ലാഹ് ഒലക്ക മുക്കി ചോരിൽ തൂക്കിയിട്ടിട്ട് ഇരുന്നാ പോരാ, അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. തവക്കൽതു അലല്ലാഹ് ചൊല്ലിയിട്ടും കാര്യമില്ല. ഹഖ്ഖ തവക്കുലിഹി, അള്ളാഹിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട വിധം കത്തിയും കല്ലും അള്ളാഹ്ക്കാണ് ഏൽപ്പിച്ചു കൊടുക്കണം. കഴുത്തും കൊടുക്കണം, എന്നാലും ശരിയാവുള്ളൂ. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, യഥാർത്ഥ അർപ്പണം, ഏൽപ്പിക്കൽ, നിങ്ങൾ അള്ളാഹിനെ ഏൽപ്പിച്ച് നിങ്ങൾ ആ ഈമാനോടെ റബ്ബുൽ ആലമീനെ ഉറപ്പിച്ച് നിങ്ങൾ നിന്നാൽ, ലറസഖക്കും, നിങ്ങൾക്കൊക്കെയും അന്നം തരും ആ അള്ളാഹു, ആഹാരം തരും. ഏതുപോലെ? കമാ യർസുഖു ത്വയ്റ, ഈ പക്ഷികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു ആഹാരം തരും. എങ്ങനെ പക്ഷിക്ക് കൊടുക്കുന്നത്? തഗ്ദൂ ഖിമാസ്വാ വതറൂഹു ബിത്വാന, രാവിലെ പക്ഷി കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത് ഖിമാസൻ, ഒട്ടിയ വയറുമായിട്ടാ പറന്നു പോകുന്നത് പക്ഷി. ഇന്നലെ പോയ വയലിലേക്കോ തോട്ടത്തിലേക്കോ ലക്ഷ്യം വെച്ചിട്ടല്ല ആ പറവ പോകുന്നത്. ഒട്ടിയ വയറുമായി പറന്നു പോകുന്ന പക്ഷി വൈകുന്നേരം കൂട്ടിലേക്ക് മടങ്ങി വരുന്നത് തറൂഹ് ബിത്വാന, വിശപ്പ് മാറ്റി വയറ് നിറച്ചിട്ടാ വരുന്നത്. ഇതവിടെ നേരത്തെ വല്ല പറ്റുണ്ടായിരുന്നോ? വല്ലതും കരുതി വെച്ചതുണ്ടായിരുന്നോ? ഇவ்விധത്തിൽ മനുഷ്യരെ, ബോധമുള്ള മനുഷ്യലോകമേ, നിങ്ങളെയും അല്ലാഹു പോറ്റും. നിങ്ങൾ ഭയക്കേണ്ടതില്ല. അതിന് വേണ്ടത് റബ്ബുൽ ആലമീനിൽ നിങ്ങൾ അർപ്പിക്കുക എന്ന ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ റബ്ബുൽ ആലമീൻ അല്ലാതെ മനുഷ്യന് തിന്നാൻ കൊടുക്കാൻ പറ്റൂല, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേറെ ആർക്കും പറ്റൂല, കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കാനും വേറെ ആർക്കും പറ്റൂല, അള്ളാഹ്ക്കേ പറ്റുള്ളൂ. എല്ലാം അള്ളാഹ്ക്കല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ജലപ്രളയം, ഈ പ്രളയമൊക്കെ വന്നപ്പോൾ, ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരി വർഗത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന കണ്ടു. വരൾച്ചയെ നേരിടാൻ, ഉരുൾപൊട്ടലിനെ നേരിടാൻ, പ്രളയത്തെ നേരിടാൻ, എന്തൊരു വാക്കാന്ന് ആലോചിച്ച് നോക്ക്. ആരോടാ ഈ ഗുസ്തി പിടിക്കാൻ പോണേ? പ്രളയത്തെ നേരിടാനുള്ള സംവിധാനം മുസ്ലിമിനെ പറയാൻ പറ്റൂല. നേരിടാൻ പറ്റുമോ നമുക്ക്? നേരിട്ടാ എവിടെ എത്തും? അള്ളാഹുവാണ് അന്നം കൊടുക്കുന്നവൻ, അള്ളാഹുവാണ് വളർത്തുന്നവൻ, അള്ളാഹുവാണ് തളർത്തുന്നവൻ. റബ്ബുൽ ആലമീനെ തളർത്തുക എന്ന് അർത്ഥമുണ്ട്. ചിലപ്പോൾ തളർത്തു അള്ളാഹു, അതും തെർബിയത്ത, പരിപാലനത്തിന്റെ ഭാഗമാണ്. ഒരാൾ മരിക്കേണ്ട സമയത്ത് മരിക്കണ്ടേ? അത് അള്ളാഹിന്റെ പരിപാലനല്ലേ? മരിക്കാതെ നിൽക്കുന്നൊരവസ്ഥ ആലോചിച്ച് നോക്ക്, വയസ്സൊക്കെ ആയിട്ട്. അത് പരിപാലനത്തിന് വിരുദ്ധാണ്. എല്ലാ ജന്തുക്കൾക്കും ആഹാരം കൊടുക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസലാം, ലോകം മടക്കി ഭരിച്ച സോളമൻ ചക്രവർത്തി എന്ന് ബൈബിൾ പരിചയപ്പെടുത്തിയ നമ്മുടെ നബിയായ സുലൈമാൻ നബി അലൈഹിസലാം ഒരിക്കല് കാലലി നംലത്തിന്, ഒരു കുഞ്ഞൻ ഉറുമ്പിനെ കണ്ടു. അപ്പൊ ഉറുമ്പിനോട് സംസാരിച്ചതും ഉറുമ്പിന്റെ സംസാരം കേട്ടതും ഉറുമ്പിന്റെ മറുപടിയൊക്കെ സൂറത്തു നംല്. ഒരു സൂറന്റെ പേരെന്താ? സൂറത്തു നംല്, ഉറുമ്പ് എന്നാ അല്ലേ?
ഉറുമ്പ് പറയുന്നത് കേട്ട് സുലൈമാൻ നബി ചിരിച്ചതും അള്ളാഹു പക്ഷികളുടെ ചില്ലയിൽ കയറിയിരുന്ന് പക്ഷികൾ ചിലക്കുന്നത് സംസാരിക്കുന്നത് അള്ളാഹു അതെനിക്ക് അറിയിച്ചു തന്നു. ആ സംസാരം എന്താണെന്ന് ഖുർആനാണത്, തഫ്സീറൊന്നുമല്ല. അപ്പോൾ മനുഷ്യരെയും ജിന്ന് ലോകത്തെയും പറവകളെയും ജന്തുക്കളെയും എല്ലാത്തിനെയും അടക്കി ഭരിച്ച ലോക ചക്രവർത്തിയായിരുന്നു നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഒരു ദിവസം ഒരു കുഞ്ഞനുറുമ്പിനെ കണ്ടു. ആ കുഞ്ഞനുറുമ്പിനോട് മഹാനായ നബി ചോദിച്ചു, കം റിസുഖുക ഫീ കുല്ലി സന, അല്ല ഉറുമ്പേ, നിനക്ക് ഒരു വർഷത്തേക്ക് എത്ര ഫുഡ് വേണ്ടി വരും? നിന്റെ ആഹാരത്തിന്റെ അളവ് ഒരു വർഷത്തേക്ക് എന്തു വരും? കാലത്ത് ഹബ്ബത്തു ഹൻതത്തിൻ, ഒരു ഗോതമ്പ് മണി ഉണ്ടെങ്കിൽ ഞാൻ ഒരു കൊല്ലം ജീവിക്കുന്നു. ആ കുഞ്ഞനുറുമ്പിന്റെ മറുപടി, ഒരു കൊല്ലത്തേക്ക് എനിക്ക് വേണ്ടത് ഒരു ഗോതമ്പ് മണിയാണ്. ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാം, തഫ്സീറിൽ കാണാം കേട്ടോ, ഖുർആൻ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറഞ്ഞ ചരിത്രമാണ്. ഫഹബസഹാ ഫീ ഖാറൂറത്തിൻ, ആ കുഞ്ഞനുറുമ്പിനെ പിടിച്ചിട്ട് ഒരു കുപ്പിയിലിട്ടു. എന്നിട്ടോ ആ കുപ്പിയിലിട്ടിട്ട് വജഅല ഇൻദഹാ ഹബ്ബത ഹൻതത്തിൻ, ആ ഉറുമ്പിന്റെ കൂടെ ഒരു ഗോതമ്പ് മണിയും വെച്ച് കുപ്പി അടച്ചു. ഫലമ്മാ മളതി സന, ഒരു കൊല്ലം പൂർത്തിയായപ്പോ, ഒരു വർഷത്തെ തികയെന്നല്ലേ പറഞ്ഞത്, ഒരു വർഷം അങ്ങോട്ട് പൂർത്തിയായപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തു ചെയ്തു? ആ ഫതഹൽ ഖാറൂറത, ആ കുപ്പിയുടെ അടപ്പങ്ങോട്ട് ഊരി. നോക്കുമ്പോ ഫവജദഹ, ഉറുമ്പ് ജീവിച്ചിരിപ്പുണ്ട്, ചത്തുപോയിട്ടൊന്നുമില്ല, അതിനകത്തുണ്ട്. ഖദ് അകലത്ത് നിസ്ഫൽ ഹബ്ബത്തി, നോക്കുമ്പോ ഈ ഗോതമ്പ് മണി, ഒരു മണിയല്ലേ ഇട്ടിരുന്നത്, അതിന്റെ പാതി മാത്രം തിന്നിട്ടുണ്ട് ഒരു കൊല്ലം കൊണ്ട്, പകുതി ബാക്കിയാ. അപ്പൊ പറഞ്ഞത് ഒരു കൊല്ലത്തിന് ഒരു മണി വേണം എന്നാണല്ലോ പറഞ്ഞത്. തുറന്നു നോക്കുമ്പോൾ ഉറുമ്പ് ജീവനോടെ ഉണ്ട്, ഒരു ഗോതമ്പ് മണിയുടെ പകുതി അവിടെ ബാലൻസ് ഉണ്ട്. ഫസഅലഹാൻ ദാലിക, അപ്പൊ നീയല്ലേ പറഞ്ഞത് ഒരു കൊല്ലത്തിന് ഒരു മണി വേണമെന്നത് പകുതി ഉള്ളോലോ? അപ്പൊ ഉറുമ്പ് പറഞ്ഞൊരു മറുപടി, പടച്ചോനെ, എന്താ ഉറുമ്പ് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, കാന ഇത്തികാലി അലല്ലാ ഖബ്ലൽ ഹബ്സി, നിങ്ങൾ എന്നെ പിടിച്ച് കുപ്പിയിലിടുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ പ്രശ്നം എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. എന്ത്? നിങ്ങൾ എന്നെ ഒരു കുപ്പിയിൽ ബന്ധനത്തിലാക്കുന്നതിൻ്റെ മുമ്പ് എനിക്കുള്ള ജീവിതകാലത്തൊക്കെയും ഇത്തികാലി അലല്ലാ, ഞാൻ അള്ളാനെ ഭരമേൽപ്പിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. വബഅദഹു, കുപ്പിക്കകത്ത് നിങ്ങൾ എന്നെ പിടിച്ചിട്ടപ്പോ കാന അലൈക, ഞാൻ നിങ്ങളെയാണ് ഭരമേൽപ്പിച്ചത്. ഫനസീതു ഫഖശീതു, ഞാൻ ഭയന്നു, അൻ തൻസാനി, നിങ്ങൾ എന്നെ മറന്നുപോയാലോ എന്ന് ഞാൻ മറന്നു. ഫദ്ദഖർതു നിസ്ഫ ഇലൽ ആമിൽ ആതി, അതുകൊണ്ട് അള്ളാനെ പോലെയല്ല നിങ്ങൾ എന്നെ തീ പിടിച്ചിട്ട് മറന്നു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ സാധാരണ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പാതി കഴിച്ചു, ഒരു കൊല്ലം കൊണ്ട് പകുതിയാക്കി. അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾ മറന്നു പോയാൽ ഇതിന്ന് കഴിക്കാന്ന് കരുതി ബാക്കി വെച്ചതാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അത്ഭുതം, പടച്ചോനെ അള്ളാഹുവേ, നീ എങ്ങനെയൊക്കെ ജന്തുലോകത്തെ പോറ്റുന്നുണ്ട്, ഏതൊക്കെ കോലത്തിൽ. ഇതൊരു ഉറുമ്പിൻ്റെ അവസ്ഥയപ്പത്, ആ ഉറുമ്പിൻ്റെ ഒരു തിരിച്ചറിവാണ്. തമാശ പറയുന്നതല്ല, ഒരു തവള കാരണം മഴയില്ലാതെ വരൾച്ച പിടിച്ചിട്ട് കന്നുകാലികളൊക്കെ വെള്ളം കിട്ടാതെ ചത്തുപോയിട്ട് കൃഷിഭൂമികളൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇതുപോലൊരുക്കെ മഴ തേടി ദുആ ചെയ്യാൻ പോയപ്പോഴല്ലേ ഒരു തവള നിന്നിട്ട് ദുആ ചെയ്യാം. അല്ല, ഒരു ഉറുമ്പന്നെ, ഒരു ഉറുമ്പ്, കുഞ്ഞൻ ഉറുമ്പ് എന്നിട്ട് രണ്ട് കയ്യും കാലും മേൽപോട്ടാക്കി ദുആ ചെയ്യാം. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇർജിഉ, ഇനി നമ്മൾ ദ്വാരക്കണ്ട, ഒരു പാപം ചെയ്യാത്ത ഈ കുഞ്ഞനുറുമ്പിൻ്റെ ദുആ കൊണ്ട് ഇവിടെ മഴ കിട്ടും. മഴ കിട്ടി. ഇതൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കാണിച്ചു കൊടുത്തതാ. ഈ ഒരു കുഞ്ഞനുറുമ്പിൻ്റെ തവക്കുലും കുഞ്ഞനുറുമ്പിൻ്റെ അർപ്പണവും ഭക്ഷണ രീതിയൊക്കെ കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അത്ഭുതൻ്റെ, അല്ലാഹ്, ഏതൊക്കെ കോലത്തിൽ നീ
മനുഷ്യരല്ലാത്ത ജന്തുക്കളെ പടച്ചു. അവകളെ നീ പരിപാലിക്കുന്നത് അത്ഭുതകരമാണല്ലോ അല്ലാ. അതുകൊണ്ട് എനിക്കൊരപേക്ഷ ഉണ്ട് പടച്ചോനെ, ഞാനിപ്പോൾ ലോകചക്രവർത്തിയാണ്, നീ എന്നെ ലോകചക്രവർത്തിയാക്കി. മനുഷ്യരെ മാത്രമല്ല ഞാൻ ഭരിക്കുന്നത്, ജിന്നുകൾ എൻ്റെ പ്രജകളാണ്, നീ കീഴ്പ്പെടുത്തി തന്നു. ചെകുത്താന്മാരെ, പറവകളെ നീ കീഴ്പ്പെടുത്തി തന്നു, ജന്തുക്കളെ പ്രാണികളെ നീ കീഴ്പ്പെടുത്തി തന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അധികാരം നീ തന്ന സ്ഥിതിക്ക് എനിക്കൊരു കൊതി അല്ലാ. എന്താ കൊതി? ഫസഅല റബ്ബഹു, തൻ്റെ റബ്ബിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, അൻയുളയ്യിഫ ജമീഅൽ ഹയവാനാതി യൗമൻ വാഹിദ. പടച്ചോനെ, ഒരു ദിവസം എൻ്റെ വക ആയിക്കോട്ടെ ഫുഡ്. ഞാൻ ലോക ചക്രവർത്തിയൊക്കെ അല്ലേ, എൻ്റെ വക എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യാൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജന്തുക്കൾക്കും ഞാനൊന്ന് ഭക്ഷണം കൊടുത്തു നോക്കട്ടെ അല്ലാ. കാലാകാലവും മാറി മാറി വരുന്ന ജീവജാലങ്ങളെ തീറ്റിപ്പോറ്റുന്ന തമ്പുരാനെ, റബ്ബുൽ ആലമീനായ എൻ്റെ അല്ലാ, ഒരു ദിവസം എൻ്റെ പ്രജകളായ മനുഷ്യർക്കും മറ്റു ജന്തുക്കൾക്കും ഞാനൊരു സൽക്കാരം വെച്ചോട്ടെ അല്ലാ, നീ ഒന്ന് അനുവദിക്കുമോ? ഒരു റിപ്പോർട്ടിൽ കാണാം, ഒരു കൊല്ലത്തേക്കാണ് സൽക്കാരം ചോദിച്ചതെന്നാ. ഫഔഹല്ലാഹു ഇലൈഹി, സുലൈമാൻ നബിക്ക് അല്ലാഹു വഹീ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കൊല്ലോ ഇന്നക്കലൻ തഖ്ദിറ അലാ ദാലിക, പറ്റൂല, സാധിക്കൂല സുലൈമാനെ അതിനൊന്നും. ഒരു കൊല്ലം ജന്തുക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കൂല നിങ്ങൾക്കത്. നിങ്ങളെ പ്രജകളാണെങ്കിലും നിങ്ങൾ ലോകം അടക്കി ഭരിക്കുന്ന രാജാവാണെങ്കിലും പറ്റൂല. ഫഖാല, സുലൈമാൻ നബി പറഞ്ഞു, മാറ്റി പറഞ്ഞു, ഉസ്ബുഅൻ വാഹിദ, ഒരാഴ്ച ഞാനൊന്ന് ഫുഡ് കൊടുത്തോട്ടെ. അപ്പോഴും അല്ലാഹ് വഹീ കൊടുത്തു, ഇന്നക്കലൻ തഖ്ദിറ അലാ ദാലിക, ഒരാഴ്ച കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു, ഇലാഹി യൗമൻ വാഹിദ, അതിനൊന്നും എനിക്ക് പറ്റില്ല, അസാധ്യമാണ് എങ്കിൽ യൗമൻ വാഹിദ, ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോട്ടെ അല്ലാ. അപ്പോഴും അല്ലാഹു വഹീ നൽകി, സന്ദേശം നൽകി, ലൻ തഖ്ദിറ അലാ ദാലിക, ഈ ജീവജാലങ്ങൾക്ക് ഒരു ദിവസത്തെ അന്നം കൊടുക്കാൻ താങ്കൾക്കാവില്ല. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇലാഹി ദാലിക മഖ്സൂദി വലൗ യൗമൻ വാഹിദ, എനിക്കൊരു കൊതിയുണ്ട്, ഒരു നേരത്തെ ശാപ്പാടെങ്കിലും കൊടുക്കാൻ. നീ അനുവദിക്കുകയാണെങ്കിൽ അതെൻ്റെ മഖ്സൂദാണ്, ഒരാഗ്രഹം, അതുകൊണ്ടൊന്ന് അനുവദിച്ചാലും. ഫഅദിനല്ലാഹു ലഹു, സുലൈമാൻ നബിക്ക് അല്ലാഹു അനുവാദം കൊടുത്തു, നന്ന് ഭക്ഷിപ്പിച്ചോ, ഒരു ദിവസത്തെ ഒരു നേരത്തെ സൽക്കാരം നിങ്ങളുടെ ആയിക്കോട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? സാധാരണ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ പാചകപ്പുരയിൽ വെച്ച് വിളമ്പുന്നതിൻ്റെ അളവ് എത്ര അറിയോ നിങ്ങൾക്ക്? സാധാരണ പട്ടാളക്കാർക്കും കൊട്ടാര ഉദ്യോഗസ്ഥന്മാർക്കും സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാർക്കും സാധാരണ ഒരു ദിവസത്തിലുള്ള ഫുഡിൻ്റെ അളവ് പറയുന്നുണ്ട് തഫ്സീറിൽ. ഒരു ദിവസം അറുക്കുന്ന ഒട്ടകങ്ങൾ 5000 ഒട്ടകം, 5000 മാടുകൾ, പോത്തും കാളിയും ഒക്കെ ആയിട്ട്, പശുവൊക്കെ ആയിട്ട് മാടുകൾ 5000, 20,000 ആടുകൾ. ഇത് കൂട്ടാനാണ്. ഇതെന്ത് വെറും ഇറച്ചി മാത്രം? ഇപ്പൊ ഒരു പുതിയ ചികിത്സ വന്നിട്ടുണ്ടല്ലോ, വെറും ഇറച്ചി മാത്രം വിഴുങ്ങുന്നൊരു ചികിത്സ, അതല്ല. ഇത് ഫുഡിനുള്ള കൂട്ടാൻ, കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇറച്ചിക്കാണ് ഈ 5000 ഒട്ടകവും 5000 മാടും 20,000 ആടുകളെയും ഇറക്കുന്നത്. അതിൻ്റെ ധാരാളം ഇരട്ടികൾ ധാന്യവും മാംസാഹാരമൊക്കെ റെഡിയാക്കിയിട്ട് കുന്നുകൂട്ടി വെച്ചു. ലോകത്ത് നമ്മുടെ അറിവിൽപ്പെട്ട എല്ലാ ജന്തുക്കൾക്കും ഒരു നേരം ശാപ്പാട് കൊടുക്കുക, ഒരു നേരത്തെ സൽക്കാരം കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ സുലൈമാൻ നബിയുടെ ഉത്തരവ് പ്രകാരം ആ ഉദ്യോഗസ്ഥരും അന്ന് അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഇതിൻ്റെ ഒരുപാട് 10 മടങ്ങുകൾ ഫുഡ് റെഡിയാക്കി. പർവ്വത സമാനമായ ധാന്യങ്ങൾ ഒരുപാട് കുന്നായിട്ട് നിൽക്കുക ഫുഡ്. ഇതൊക്കെ റെഡിയായപ്പോൾ അള്ളാഹു ചോദിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട്, യാ സുലൈമാൻ, എവിടുന്നപ്പം നമ്മൾ സൽക്കാരം തുടങ്ങാൻ? നമ്മളെ വീട്ടിൽ വിരുന്നേര് എന്നാൽ കേമന്മാരായ ആണുങ്ങളൊക്കെ തിന്നിട്ട് അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തിന്നും, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ. ഇതിപ്പോൾ ഈ സൽക്കാരത്തിന് എവിടുന്ന തുടങ്ങുക? കരയിലൊത്തിരി ജീവികളുണ്ട്, കടലിലൊത്തിരി ജീവികളുണ്ട്, ആർക്ക് കൊടുത്തിട്ടാണ് തുടങ്ങേണ്ടത്?
അള്ള ചോദിക്കുകയാണ് സുലൈമാൻ നബിയോട്. അവിടുന്ന് പറഞ്ഞു, പടച്ചവനെ, ആദ്യം സമുദ്രജീവികളിൽ നിന്ന് തുടങ്ങാം, ആദ്യം മത്സ്യങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ആദ്യം കടലിലുള്ള ജന്തുക്കൾ തിന്നട്ടെ, എന്നിട്ട് കരയിലുള്ളത് നോക്കാം. സുലൈമാൻ നബി മറുപടിയാ. فأمر الله حوتا من البحر أن يأكل من ضيافة سليمان عليه السلام. ഉടനെ അള്ളാഹു സമുദ്രത്തിൽ നിന്നുള്ള ഭീമാകാരനായ ഒരു മത്സ്യത്തോട് പറഞ്ഞു, സുലൈമാന്റെ സൽക്കാരത്തിൽ നിന്ന് പോയി ഭക്ഷിച്ചോളൂ. തിമിംഗലൊന്നുമല്ല, തിമിംഗലത്തിനേക്കാളൊക്കെ വലിയൊരു മീന്. ആ മത്സ്യത്തോട് പറഞ്ഞു, സുലൈമാൻ, ഇന്ന് സുലൈമാന്റെ വകയാണ് ശാപ്പാടി, എല്ലാവരും പോയി കഴിച്ചോളൂ, അലൈഹിസ്സലാം, കഴിച്ചോളൂ. ഈ മീനിന് ഡയറക്ഷൻ കൊടുത്തു. മീന് കരഭാഗത്ത് വന്നിട്ട് വാ പിളർത്തി നിന്നു. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, എടുത്ത് കൊടുക്കുക, ആവശ്യത്തിന് എടുത്ത് ഇങ്ങനെ കൊടുക്കും. വാ പിളർത്തി വെട്ടി വിഴുങ്ങും. ചുരുക്കി പറഞ്ഞാൽ ആ സ്റ്റോർ ചെയ്ത ആഹാരം മുഴുവൻ വെട്ടി വിഴുങ്ങിയിട്ട് വാ പിളർത്തിക്കൊണ്ട് തന്നെ ആ മത്സ്യം ഇങ്ങനെ നിലനിന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം, എൻ്റെ മതിയായില്ലേന്ന് ചോദിച്ചു. എൻ്റെ ഒരു നേരത്തെ ശാപ്പാട് ഇപ്പം ഞാൻ കഴിച്ചതിൻ്റെ 3 ഇരട്ടിയാണ്. ഞാൻ സാധാരണ ഒരു ദിവസം കഴിക്കുന്ന ആഹാരം സമുദ്രത്തിലെ വലിയ മത്സ്യങ്ങളിൽ നിന്ന് 70,000 മത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന ആളാണ് ഞാൻ. ഇത് കേൾക്കേണ്ട താമസം പരാജയം സമ്മതിച്ചുകൊണ്ട് സുലൈമാനു അലൈഹിസ്സലാം സാജിദൻ ലില്ലാഹ്, അള്ളാന്റെ മുന്നിൽ സുജൂദിൽ ഒറ്റ വീഴ്ച വീണിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി അലീമി വബിഹംദിഹി എന്നല്ല ചൊല്ലിയത്. എന്താ ചൊല്ലിയത്? സുബ്ഹാനല്ലാഹ് അൽ മുതകഫിലി ബി അർസാഖിൽ ഖലായിഖ് മിൻ ഹൈസു ലാ യഅലമൂൻ. സുബ്ഹാനല്ലാഹ് അൽ മുതകഫിലി ബി അർസാഖിൽ ഖലായിഖ് മിൻ ഹൈസു ലാ യഅലമൂൻ. സുബ്ഹാനല്ലാഹിൽ മുതകഫിലി ബി അർസാഖിൽ ഖലായിഖ് മിൻ ഹൈസു ലാ യഅലമൂൻ. ആ തസ്ബീഹ ചൊല്ലിയത്. അല്ലാഹു എത്ര പരിശുദ്ധൻ. അൽ മുതകഫിൽ, അവൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ബി അർസാഖിൽ ഖലായിഖ്, പടപ്പുകളുടെ ഫുഡ്, അന്നം, ആഹാരം. എല്ലാ ജന്തുക്കളുടെയും ആഹാരത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന അല്ലാഹ് എത്ര പരിശുദ്ധൻ. മിൻ ഹൈസു ലാ യഅലമൂൻ, ആ പടപ്പുകൾക്കൊന്നും ഈ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, ആലോചിക്കേണ്ടതില്ല, പ്ലാൻ ചെയ്യേണ്ടതില്ല. ഈ തസ്ബീഹ ചൊല്ലിയത് ഈ ഒരു സംഭവത്തിൽ, ചരിത്രത്തിൽ കടലിലെ ഒരു ജന്തുവിനെ അള്ളാഹു ഇത്ര ഫുഡ് കൊടുത്ത് പോറ്റുകയാണ്. ഇനി ഈ ജന്തു അല്ലാത്ത എത്ര കോടിക്കണക്കിന് ജന്തുക്കൾ, മത്സ്യങ്ങളും അല്ലാത്തതുമായ ജീവജാലങ്ങൾ കടലിലുണ്ട്, സമുദ്രത്തിലുണ്ട്. റബ്ബുൽ ആലമീന്റെ തർബിയത്ത് അപാരം തന്നെ, അളക്കാനാവുകയില്ല, വിവരിക്കാനാവുകയില്ല, ഊഹിക്കാനും നമുക്ക് സാധിക്കുകയില്ല. അത്രയും പവർഫുള്ളാണ്, വിശാലമാണ് അള്ളാഹുവിന്റെ തർബിയത്ത് ജന്തുലോകത്ത്. ഇനി കരയിൽ ജന്തുക്കളില്ലേ, കാട്ടിൽ ജന്തുക്കളില്ലേ, ഇങ്ങോട്ടൊക്കെ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നമ്മളും പോത്തുകൾ നടക്കുമ്പോൾ 2 കാലിലൊരു പോത്തായി നടന്നാൽ പറ്റൂല. ആ പോത്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം, എന്നാലേ പോത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാവുള്ളൂ. അള്ളാഹ് പറഞ്ഞാൽ പോത്തിലേറെ നീ മോശപ്പെട്ടു പോകും കേട്ടോ, തരം താണു പോകും കേട്ടോ, അല്ലേ? ജനങ്ങളിൽ ഒരു ടീമുണ്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, ഷക്കിൽ സനൗബരി, ആ മാങ്ങ പോലത്തെ സാധനം അകത്തുണ്ട്, പക്ഷെ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതൊന്നും മനസ്സിലാക്കൂല. അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, കണ്ണ് പോത്തിനുമില്ലേ? പോത്തിന്റെ മുന്നിൽ വടിയും കൊണ്ട് ചെന്ന് നോക്ക്, പോത്ത് റിവേഴ്സ് അടിക്കൂലേ? ഇമ്മാതിരി കണ്ണുണ്ടായിട്ട് കാര്യമുണ്ടോ? കാണേണ്ടത് കാണാത്ത കണ്ണ് ഇവർക്കുണ്ട്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിയുണ്ട്, കേൾക്കേണ്ടത് കേൾക്കൂല.
ഇവരെന്നെയാണ് കന്നാലികളെ പോലെ. എന്തിനാ പോത്തിനെ നാണം കെടുത്തണ? ഇച്ചങ്ങായിനെ ഉപമിച്ചിട്ട് അള്ള പറയാണ്, പോത്തിനെ നാണം കെടുത്തണ്ട, വല്ഹും അല്ലല്, പോത്ത് പോലെ ഒന്നും അല്ലട്ടോ, പോത്ത് ഇവനേക്കാൾ എത്രയോ മേലെയാണ്. ഖാലല്ലാഹു അസ്സ വജൽ. നമ്മളിങ്ങനെ ആകാൻ പാടുണ്ടോ? പാടില്ല. ജന്തു ലോകത്തേക്ക് നമ്മൾ നോക്കണം. പോത്തിനെ എങ്ങനെ പോറ്റുന്നത്, ആടിനെങ്ങനെ പോറ്റുന്നത്, പൂച്ചയെ എങ്ങനെ പോറ്റുന്നത്, റബ്ബുൽ ആലമീന്റെ തെർബിയത്ത് അവിടെയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കണം. കരയിൽ എത്ര ജന്തുക്കളുണ്ട്. ഓരോ ജന്തുവിൻ്റെയും ജീവിത രീതി വ്യത്യസ്താണ്. ഒരു ജന്തു ബലഹീനനാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ശക്തനും കേമനുമാണ്. ഒരു ജന്തു വളരെ ബലഹീനനാണ്, പക്ഷേ വേറെ ഒരുപാട് കാര്യത്തിൽ അവൻ ശക്തനാണ്. ഉദാഹരണം, ശക്തനും ബുദ്ധിമാനുമായ മനുഷ്യൻ ജനിച്ച ഉടനെ ഓടാനും ചാടാനും മനുഷ്യനാവൂല. എന്നാൽ ബലഹീനയായ ഒരു കോഴിക്കുഞ്ഞിന് മുട്ടയിൽ നിന്ന് പുറത്തു വന്ന ഉടനെ തന്നെ ഓടാനും ചാടാനും പറ്റും. എന്തേ അള്ളാ ഇങ്ങനെ ആക്കിയത്? കോഴിക്കുഞ്ഞിന് ഓടാനും ചാടാനും പറ്റുന്നില്ലെങ്കിൽ ഒറ്റ കോഴി ലോകത്തുണ്ടാവില്ല. ഇപ്പം ഈ മറ്റേ മത്തൻ കോഴി ഉണ്ടല്ലോ, മത്തൻ കോഴി, ഇത് ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുക, അതുണ്ടാവും. സാധാരണ നമ്മുടെ കോഴി ഉണ്ടാവില്ല. കാരണം കാക്ക വരും, പരുന്ത് വരും, പൂച്ച വരും. ഓടാൻ പറ്റണം ഈ കുഞ്ഞിന്. മനുഷ്യൻ്റെ കുഞ്ഞ് അങ്ങനെയുള്ളൊരു പ്രശ്നം. ഇപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് മുട്ടയെന്ന് വിരിയുമ്പോൾ കോഴിക്കുഞ്ഞിനെ പോലെ പറക്കാനും ഓടാനൊന്നും പറ്റൂല. അതിൽ ഇറച്ചി കഷ്ണമായിരിക്കും. പക്ഷെ ആ പക്ഷിക്കുഞ്ഞ് മുട്ടയിടുന്നതും അടയിരിക്കുന്നതും അതിൻ്റെ മുട്ട വിരിയുന്നതും സുരക്ഷിതമായ ഒരു മരത്തിൻ്റെ ഹോളിൽ, ഒരു കൊച്ചു ഗുഹയിൽ, അവിടെ നല്ലൊരു മെത്തയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ആർക്കും കയറി വരാൻ പറ്റാത്ത വിധത്തിലാണ് പക്ഷി മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുണ്ടാകുന്നത്. അവിടെ റബ്ബുൽ ആലമീൻ ആ പരുവത്തിലാണ് അതിനുണ്ടാക്കിയത്. കോഴിക്കുഞ്ഞിന് അത് പറ്റൂല, കുറച്ച് ഓടാൻ പറ്റണം. മിനിമം തള്ളയുടെ ചിറകിനുള്ളിൽ ഒളിക്കാനെങ്കിലും ഓടാൻ വിരിഞ്ഞ ഉടനെ തന്നെ കോഴിക്കുഞ്ഞിന് പറ്റണം. റബ്ബുൽ ആലമീൻ്റെ തെർബിയത്താ. മനുഷ്യൻ ജനിച്ചാലോ എണീക്കാൻ പറ്റുമോ? ഓടാൻ പോയിട്ട് എണീറ്റിരിക്കാൻ കഴിയുമോ? ശക്തനും യുക്തിമാനുമായ മനുഷ്യന് നീന്താൻ പഠിക്കണ്ടേ? ഇന്നിപ്പോൾ ആർക്കും നീന്താൻ അറിയില്ല. ഇവിടെയുള്ള ഇക്കമാർക്ക്, കുറച്ച് പ്രായമുള്ള ഇക്കമാർക്കൊക്കെ നീന്താൻ അറിയായിരിക്കും, യുവാക്കൾക്കും അറിയായിരിക്കും. ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, കടലുണ്ടിപ്പുഴ ഇങ്ങനെ ഞങ്ങളെ നാടിനൊരു ഉപദ്വീപായിട്ട് പോകുന്നു. കടലുണ്ടിപ്പുഴ 2 സൈഡും ഇങ്ങനെ വളഞ്ഞാ പോകുന്നത്. എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയും, എൻ്റെ പ്രായക്കാർക്കും അറിയും. എനിക്ക് ഇപ്പം 3 മക്കൾ, കുറച്ച് മുതിർന്ന മക്കളുണ്ട്. മോൾക്ക് 16 വയസ്സായി. അള്ളാൻ്റെ തോഫീക്കോട് നീന്താൻ അറിയൂല, പിള്ളേർക്കാർക്കും അറിയൂല. ഇപ്പൊ ന്യൂ ജനറേഷൻ അത് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ ബാല്യത്തിലെത്തുമ്പോൾ തന്നെ നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണേ. അത് സുന്നത്താ. മറ്റേത് കുഴപ്പമില്ല, സ്കൂളിൽ പോകുമ്പോൾ ഒരു തോട്ടിലാണ് അടി തെറ്റി വീണാമായി കഴിഞ്ഞു കഥ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ള, യുക്തിയൊക്കെ ഉള്ള മനുഷ്യന് നീന്താൻ പഠിക്കണം. പക്ഷെ പോത്തിനെ ആ പണി ആരും പഠിപ്പിക്കണ്ട. പോത്തിനെ നീന്താൻ പഠിപ്പിക്കണോ? പോത്ത് നീന്തിക്കോളും. ചിന്തിക്കാണ്ട് റബ്ബുൽ ആലമീന്റെ ഇടപെടലാണ്. കാട്ടിലെ ജന്തുക്കളെ നോക്ക്, സിംഹവും പുലിയും കടിച്ചു കീറി വേട്ടയാടുന്ന സ്വഭാവക്കാരാണ്, മാംസബുക്കുകളാണ്. അതേ കാട്ടിൽ തന്നെ ജീവിക്കുന്ന പരമസാധുവായ സസ്യബുക്കായ മാനെന്ന മൃഗം അല്ലേ? അതേ കാട്ടിൽ ഈ പുലിയും സിംഹമൊക്കെ ഉള്ള അതേ കാട്ടിൽ ജീവിക്കുന്ന, സസ്യാഹാരം കഴിക്കുന്ന സാധുവായ മാനെന്ന മൃഗം. നമ്മളിപ്പോൾ മൈസൂരിലേക്കൊക്കെ പോകുമ്പോൾ വഴിയിൽ എത്ര മാനുകളെ കാണുന്നത്. ഇവരെ പിടിച്ചു കൊന്ന് തിന്നുന്ന ആൾക്കാർ, മനുഷ്യർക്കേ ഇപ്പോൾ പറ്റാത്തുള്ളൂ, ഹറാമുള്ളൂ. അവർക്ക് വേട്ടയാടുന്ന മൃഗങ്ങൾക്ക്, മാംസബുക്കുകൾക്ക് ഇഷ്ടം പോലെ തിന്നാലോ. എന്തത് ഇത്ര ബാക്കിയാകാൻ കാരണം എന്താ? അള്ളാഹു മാനിനും ഒരു സുരക്ഷ കൊടുത്തു, റബ്ബുൽ ആലമീൻ. ശാസ്ത്രം പറയുന്നു 140 കിലോമീറ്റർ വേഗതയിൽ മാനിന് ഓടാൻ പറ്റും. പുലിക്ക് പറ്റില്ല. ചീറ്റപ്പുലി എന്ന സാധനം അവൻ ഓടും, അല്ലാതെ സാധാരണ പുലിക്കും സിംഹത്തിനൊന്നും ഇങ്ങനെ ഓടാൻ കഴിയൂല. അവൻ മാനിനെ പിടിക്കാൻ അവരെന്താ ചെയ്യുക? പതുങ്ങി കുറ്റിക്കാട്ടിലൂടെ അങ്ങനെ പോയിട്ട് മാൻ വരുന്ന സ്ഥലത്ത് ഏറെക്കുറെ അടുത്ത് ഒരൊറ്റ ചാട്ട, എന്നിട്ട് ഓടലാണ്. അല്ലാതെ പിറകെ ഓടിയാൽ മാൻ്റെ പിറകെ ഓടിയാൽ എത്തൂല. റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാനിന് അതിൻ്റെ സുരക്ഷ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. എന്നാലും ആഹാരം എന്നുള്ളവർക്ക് വിധി വരുമ്പോൾ പോണ്ടി വരും, കഴിക്കേണ്ടി വരും.
അല്ലെങ്കിൽ എല്ലാ മാനിനെയും കൊന്നിടുമല്ലോ ആവശ്യമില്ലാതെയും. നല്ല വിശക്കണ നേരത്ത്, നല്ല സ്പീഡൊക്കെ കിട്ടുന്ന നേരത്തെ ഒരെണ്ണത്തിനെ കിട്ടുള്ളൂ. ആ വിധത്തിലാണ് റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്. ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ മനുഷ്യരല്ലാത്ത ജന്തുലോകവും അള്ളാഹിനെ സ്തുതിക്കേണ്ടി വരും. അവർക്ക് നമുക്കിപ്പോൾ എന്താ കഷ്ടപ്പാടാ, ജോലിക്ക് പോകണം, കച്ചവടം ചെയ്യണം, എന്നിട്ട് എല്ലാ ഹലാക്കും, എന്നിട്ട് വേണ്ട ഫുഡ് കഴിക്കാനും നമ്മളെ കുടുംബത്തിനെ തീറ്റിക്കാനും നമ്മളെക്കാൾ അള്ളാഹിനെ സ്തുതിക്കേണ്ടി വരിക ഈ കന്നാലികളായിരിക്കും അല്ലേ? അവർ സ്തുതിക്കുന്നുണ്ടോ? അവർ നിരന്തരം സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഖുർആൻ പറഞ്ഞു. വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. എല്ലാ ജന്തുക്കളും അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ റബ്ബുൽ ആലമീൻ വിശദീകരിച്ചത് എവിടെ? നമ്മുടെ കാര്യത്തിലുള്ള റബ്ബുൽ ആലമീൻ അല്ല, മനുഷ്യരല്ലാത്ത ജന്തുക്കളുടെ ഭാഗത്ത് തെർബിയത്ത് അല്ലാഹു നടപ്പിലാക്കുന്നത് അവരുടെ റബ്ബുൽ ആലമീൻ എന്ന നിലക്ക് നമ്മളൊന്ന് വൈഡായിട്ട് പഠിക്കുകയാണ്. എത്ര പഠിക്കാണ്ട്. ചിലന്തി എന്ന സാധനല്ലേ, എട്ടുകാലി. ആ ജന്തു നിസാര ജീവിയാണ്. അതിൻ്റെ എത്ര ബലഹീനമായ നൂലുകൾ കൊണ്ടാണ് അത് വല നെയ്തുണ്ടാക്കുന്നത്. വിശുദ്ധ ഖുർആൻ ശിർക്കിന് ഉദാഹരണം പറഞ്ഞത് എട്ടുകാലി വലയാണ്. അത്ര ബലഹീനമാണ് ശിർക്ക്. മസലുല്ലദീന തഖദൂ ഔലിയാ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹു അല്ലാത്തവരെ സംരക്ഷകരായി കണ്ടെത്തിയ മുശ്രിക്കീങ്ങൾ. അതൊരു വ്യക്തിയാകട്ടെ, ഒരു ശക്തിയാകട്ടെ, ഒരു സാധനമാകട്ടെ, അതെന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. അതിലൂടെ എൻ്റെ റബ്ബ് രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല, അത് ശിർക്കല്ല കേട്ടോ. ഡോക്ടറിലൂടെ റബ്ബന്റെ രോഗത്തിന് ശിഫ നൽകുന്നു വിശ്വസിക്കൽ എന്തല്ല, ഒരു വസ്തുതയാണ്. ഡോക്ടറാണ് സുഖാക്കി തരുന്നു വിശ്വസിച്ചാലോ കഴിഞ്ഞു. അതിനിപ്പോ ഗുരുവായൂർ പോണ്ട, അതിനിപ്പോ ഒരു ദർഗി പോയി സുജൂദ് ചെയ്യൊന്നും വേണ്ട. ഡോക്ടർ എൻ്റെ അസുഖം സുഖപ്പെടുത്തുന്നു വിശ്വസിച്ചാൽ കഴിഞ്ഞു. അള്ളാനെ കൂടാതെ വലിയാക്കി സംരക്ഷകനാക്കി ഡോക്ടറെ. വലിയൊരു വിഷയമാണ്. ശിർക്ക് നമ്മൾ വിശദീകരിക്കേണ്ട വിഷയമാണ്. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹു അല്ലാത്തവരെ സംരക്ഷകരായി സ്ഥാപിച്ചവർ, മനസ്സിലാക്കിയവർ, വിശ്വസിച്ചവർ. അവരുടെ ഉദാഹരണം കമസലിൽ അൻകബൂത്, എട്ടുകാലിയാണ് അവർക്കുള്ള ഉദാഹരണം. എട്ടുകാലിയെപ്പോലെ. ഇത്തഖദത് ബൈതാ, ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കി, അതിൻ്റെ കൂടുണ്ടാക്കി. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്, വീടുകളിൽ വെച്ച് ഏറ്റവും ബലഹീനമായ വീട്, ഉറപ്പില്ലാത്ത വീട്, ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാകുന്നു. ലൗ കാനൂ യഅലമൂൻ, അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഈ എട്ടുകാലിയുടെ വലക്ക് സമാനമാണ് മുശ്രിക്കുകളുടെ സങ്കല്പവും വിശ്വാസവും എന്നാണ് അല്ലാഹ് പറയുന്നത്. ഈ ആയത്തിലുള്ള വിഷയം എന്താ? അത്ര ബലഹീനമാണ്, ദുർബലമാണ് എട്ടുകാലിയുടെ വല. പക്ഷേ ആ ദുർബലമായ നിസാരമായ ചിലന്തി വലയിലും ചിന്തിക്കാനുണ്ട്. ആര് കൊടുത്തു ആ ജീവിക്ക് ആ നൂല്? ആരു നൽകി? വളരെ വ്യവസ്ഥാപിതമായി വലയുണ്ടാക്കാനുള്ള വൈദഗ്ധ്യം അതിനെ ആര് പഠിപ്പിച്ചു? എഞ്ചിനീയർ കോളേജിലൊന്നും പോയിട്ടില്ലല്ലോ ആ സാധനം. അങ്ങനെ വേട്ടയാടാൻ പാകത്തിലുള്ള വല നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം എട്ടുകാലിക്കാര് പഠിപ്പിച്ചു? എത്ര സമർത്ഥമായിട്ടാണ് എന്നിട്ട് വേട്ടയാടുന്നത്. ചിലന്തി വല കെട്ടിയിട്ട് പ്രാണികൾ കാണുന്നിടത്ത് ചിലന്തി ഇരിക്കൂല, ഒരു മൂലയിൽ ഒളിച്ചിരിക്കും.
പാറ്റകളും പ്രാണികളും ചിലന്തി വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചിറകിട്ടടിക്കും, അവർ പെടയും. പെടക്കുമ്പോൾ ഒരു ജർക്കിങ് കിട്ടും, ചിലന്തി ഓടി വരും, അതിനെ വേട്ടയാടും. വളരെ ദുർബലമായ വീടും വളരെ നിസാരമായ സംഗതിയാണ് ചിലന്തി വല എന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, റബ്ബുൽ ആലമീൻ ആ ജന്തുവിൽ നടത്തിയ തെർബിയത്തിന്റെ കോലം ആലോചിച്ച് നോക്ക്. തേനീച്ചയുടെ കൂട് നിർമ്മാണവും തേൻ ശേഖരണവും മഹാത്ഭുതമാണ് പഠിച്ചോനെ. തച്ചുശാസ്ത്രത്തിന്റെ എല്ലാവിധ നിബന്ധനകളും ഒത്തിണക്കിക്കൊണ്ടാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത്. ഒരു തുള്ളി തേൻ ആ കൂട്ടൊന്നും ഒഴുകി പോകില്ലല്ലോ. നമ്മളൊരു എണ്ണ മേടിച്ചാൽ പാല് മേടിച്ചാൽ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് ബൈക്കിൽ തൂക്കി വന്ന് എത്ര പോവും? ഇത് ഈ ബോധമുള്ള മനുഷ്യൻ ആ തേനീച്ച കൂട് കെട്ടുന്നത് ഒരു തുള്ളി തേന് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ ചെരിച്ചിട്ടാണ്. അതിൻ്റെ അറകള് കുറച്ച് ചെരിച്ചു വെച്ചിട്ടാണ്. ഒരു തുള്ളി തേൻ വെളിയിലേക്ക് പോകില്ല. അള്ള പറയുന്നു, ഈ തേനീച്ചയ്ക്ക് ഈ വിവരം കിട്ടിയത് ഞാൻ വഹി കൊടുത്താൽ. വഹി സാധാരണ നബിമാർക്കല്ലേ കൊടുക്കല്? സാധാരണ വഹി ആർക്കാ കൊടുക്കുക? അല്ല, നബിമാർക്ക്. അള്ള പറയാ, ഞാൻ തേനീച്ചക്ക് വഹി കൊടുത്തു, എന്നിട്ടാണ് ആ തേനീച്ച കൂടുണ്ടാക്കിയത്, അവിടെ തേനുണ്ടായത്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറയുടെ പേര് അന്നഹൽ എന്നാ, തേനീച്ച. ആലോചിച്ച് നോക്കൂ, റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്താനാണ് ഇപ്പൊ ഈ തേനീച്ച ഉറുമ്പൊക്കെ സൂറത്തിന്റെ പേരായിട്ട് വന്നത്. ഇത് ബാലസാഹിത്യ കഥകളല്ലല്ലോ. ഒരു ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ അതല്ലല്ലോ, അതല്ല. പിന്നെന്താണ്? റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തുകയാണ്, ജന്തുലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്ന ഫാത്തിഹയിലെ അള്ളാഹുവിൻ്റെ ആ നാമത്തിൻ്റെ വിശദീകരണമാണത്. സൂറത്തുൻ നംല് ഉറുമ്പ്, സൂറത്തുൻ നഹ്ല് തേനീച്ച, സൂറത്തുൽ അന്നാം കന്നാലികൾ. അന്നാം പറ കന്നാലികൾ എന്നാ. എന്താ സംഭവം? അത് അവകളെയൊക്കെ പടച്ചു പോറ്റുന്നത് അള്ളാഹ് ഖുർആനിലെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നഹ്ലിൽ എന്താ പറയുന്നത്? വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوان فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. വഔഹാ റബ്ബുക, നബിയെ അങ്ങയുടെ നാഥൻ വഹ്യ് കൊടുത്തു, സന്ദേശം കൊടുത്തു, ഇലൻ നഹ്ലി തേനീച്ചയിലേക്ക്. എന്താ തേനീച്ചക്ക് കൊടുത്ത വഹ്യ്? അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങളിൽ നീ കൂട് പണിയുക, വീടുണ്ടാക്കുക. വമിനശ് ശജരി, മരങ്ങൾക്ക് മുകളിൽ അതിൻ്റെ ചില്ല ഭാഗങ്ങളിൽ കൂട് പണിയുക. വമിമ്മാ യഅരിശൂൻ, ജനങ്ങൾ കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിന്റെ മുകളിൽ സൗകര്യങ്ങളുള്ള ഭാഗത്തും കൂട് പണിയുക. തേനീച്ചേ, കൂട് പണിതോളൂ. കൂട് പണിതാ മാത്രം പോരാ. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളിൽ നിന്നും പൂക്കളിൽ നിന്നും നീ ഭുജിക്കണം. തേനീച്ചയോട് പറയാൻ. ഏതെങ്കിലും ഇപ്പം നമ്മളിപ്പോ തേൻ കൂട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ശർക്കര കലക്കി വെക്കല, അവിടെ വന്നിട്ട് കുടിച്ചു പോകും. ആ തേനൊരു ഫലവും ഉണ്ടാവില്ല. അവിടെയൊക്കെ നമ്മൾ ഇടപെട്ട് കൊളാക്കണം. അള്ളാഹ് കൊടുക്കുന്നുണ്ട് വഹിയെ. സുമ്മ കുലി മിൻകുല്ലി, ചക്കയിൽ പോണം നീ, മാങ്ങയിൽ പോണം നീ, എല്ലാ പൂക്കളിലും പോണം നീ. ഫസുലുക്കി സുബുല റബ്ബിക്ക് ദുലുല, നിന്റെ റബ്ബ് നിനക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, വഴിയൊക്കെ പറന്നോ, പൊക്കോ. എന്നിട്ട് അള്ളാഹ് പറയാൻ, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനു, അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു പാനീയം വരുന്നുണ്ട്, വൈവിധ്യ നിറങ്ങളിൽ വർണ്ണങ്ങളിലുള്ള. കാട്ടുതേന്, ചെറുതേന്, നാടൻ തേന് വർണ്ണത്തിൽ മാറ്റമുണ്ട്.
മുഖ്തലിഫുൻ അൽവാനു, വൈവിധ്യ നിറങ്ങളിലുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ഒരു പാനീയം അതിൻ്റെ വയറ്റിന്ന് വരുന്നുണ്ട്. അത് ഛർദിക്കുകയാണ്. തേനീച്ചയുടെ വിസർജ്യാണിത്. അത് പൂക്കളും അത് പഴമൊക്കെ കഴിച്ചിട്ട് അത് ഛർദിക്കുന്ന സാധനമാണ് ഈ തേന എന്ന് പറയുന്ന സാധനം. അതിൻ്റെ വയറിനകത്ത് നിന്നൊരു പാനീയം വരുന്നുണ്ട്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ രോഗശമനമുണ്ട്. തേൻ ഒരു സിദ്ധൌഷധമാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഇന്ന ഫീ ദാലിക, ഈ തേനീച്ചയും അതിൻ്റെ കൂട് നിർമ്മാണവും അതിൻ്റെ തേൻ ശേഖരണവും തേനുണ്ടാക്കലും ഇതിൽ മാത്രം ല ആയത്തൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ലി ഖൗമിൻ യതഫക്കറൂൻ, തലച്ചോറ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ചിന്തിക്കുന്ന ആൾക്കാർക്ക് റബ്ബുൽ ആലമീനെ മനസ്സിലാക്കാൻ തേനീച്ച മതിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം വായിച്ചുകൊണ്ട് റബ്ബിലെത്താൻ നമ്മെ സഹായിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് ചിന്താമണ്ഡലം സഞ്ചരിച്ച്